ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ വീക്കെൻഡ് വ്ലോഗ്. ഈ വീക്കെൻഡ് എന്താ പരിപാടി? ഈ വീക്കെൻഡ് പരിപാടി ഒന്നും നമ്മൾ പറയില്ല, നമ്മൾ പോകെ പോകെ കാണിക്കാം. പരിപാടിയൊക്കെ പറയും. പറയില്ല. ഓക്കെ, നമ്മളിപ്പോ ഇൻഫോ പാർക്കിലാണ്. ഇൻഫോ പാർക്ക് എക്സ്പ്രസ് വേ അല്ല, എക്സ്പ്രസ് വേ കുറച്ചും കൂടെ പോകാനുണ്ട്. ഇൻഫോ പാർക്കിന്റെ ഫ്രണ്ടില്. അപ്പോൾ ഇന്നത്തെ ഡ്രൈവർ ആതിരയാണ്. അപ്പോൾ വണ്ടി എടുത്തോ, പോവാം. നീ പോകുന്ന വഴിക്ക് ബാക്കി എന്തൊക്കെയാന്ന് ഇന്നത്തെ പരിപാടി കാണിക്കാം. വലിയ പരിപാടീസ് ഒന്നും ഇല്ല, ഒന്നും പറയില്ല. ഓക്കെ, അപ്പൊ പോവാ. വണ്ടിയൊക്കെ ഓടിക്കാൻ പഠിച്ചു. ഓട്ടോമാറ്റിക് പോലെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്, ഗിയർ ഒന്നും മാറ്റുന്നില്ല. തേർഡ് ഗിയറിലൊക്കെ ആവോ ടേണിങ് അങ്ങോട്ട് തിരിക്കുന്നത്. അതെ, തേർഡിലിട്ട് വെച്ചേക്കണം. വണ്ടി ഇടിച്ച് നിൽക്കുമ്പോ അറിയാം. കാണിച്ചു തരും. നിന്റെ അടുത്ത് വണ്ടി വന്നിട്ട് ഇങ്ങനെ പറയും. നിന്റെ അടുത്ത് വണ്ടി ഒന്ന് പറയും, ഗിയർ കുറയ്ക്കണേന്ന് പറയൂലേ. വണ്ടി എന്നോട് പറയും, ഈ ഗിയറില് ഈ കയറ്റം കേറില്ല, അപ്പൊ നീ മെല്ലെ ഗിയർ ഒന്ന് പറയും. എന്ത് ചളിയാതി. വണ്ടി ഉണ്ട്, അവർക്ക് ഇപ്പൊ കേറി പോകേണ്ടി വരും. എന്റെ ഈ സ്പീഡിന് അവർക്ക് പറ്റില്ല. എന്റെ സ്പീഡ് ഭയങ്കര കൂടുതലായതുകൊണ്ട് അവരിപ്പൊ എന്നെ വെറുപ്പിക്കാൻ തുടങ്ങും. അതിനേക്കാളും നിർത്തരുത്. എന്റെ സ്വഭാവം മാറും. നീ ലെഫ്റ്റ് പിടിച്ചു പൊക്കോ. സ്ഥലമൊക്കെ ഉണ്ട്, കുറച്ചും കൂടെ ലെഫ്റ്റ് പിടിച്ചോ. എനിക്കാണെങ്കിൽ സ്ഥലമില്ല കേട്ടോ, എനിക്ക് ഈ സ്ഥലമൊന്നും പോരാ. കയറിപ്പോണല്ലോ. നമ്മള് ഇറങ്ങുമ്പോ വെയിലായിരുന്നു, പക്ഷെ അതെ, താഴെ ഇറങ്ങി വരുമ്പോ ഞാൻ ബൈക്ക് എടുത്ത് നമ്മൾ വരാന്ന് ഓർത്തത്. അപ്പോ കറക്റ്റ് ഇറങ്ങാൻ നിൽക്കുമ്പോ മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്യുന്നൊന്നും മനസ്സിലാവില്ല, ശരിക്കും കണ്ടാ മഴയില്ലാത്ത പോലെ ഉണ്ട്, ചെറുതായിട്ട് ചെറിയൊരു ചാറ്റൽ മഴ അല്ലേ. അപ്പൊ എന്തായാലും ഞാൻ ഇന്ന് രാവിലെ ന്യൂസ് കേട്ടപ്പോ അതിൽ പറഞ്ഞ് ഇന്ന് എല്ലാ ജില്ലയിലും നല്ല മഴയായിരിക്കും എന്നാ പറഞ്ഞത്. ഓറഞ്ച് അലേർട്ട് എല്ലാ ജില്ലയിലും. അപ്പൊ അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് ഓർത്തിട്ട് പിന്നെ കാർ എടുത്തത്. പിന്നെ നമ്മൾ എന്തിനാ പോകുന്നത് പറ. ഇവള് 4-5 മാസമായിട്ട് ഹെയർ കട്ട് ചെയ്യാണ്ട് 5 മാസം കഴിഞ്ഞിട്ട് ഹെയർ കട്ട് ചെയ്യാൻ പോവാ. അപ്പൊ അവിടെ പോയിട്ട് ഇനി 6 മാസമായി. അപ്പൊ അത് കഴിഞ്ഞ് ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നോണ്ടേ ഇനി ഈ മഴയിലും കൂടെ നനഞ്ഞ് ഹെൽമെറ്റ് ഒക്കെ വെച്ച് പ്രാന്തായി വരുന്നേക്കാളും ബെറ്റർ കാർ എടുത്തിട്ട് സമാധാനമായിട്ട് പോയിട്ട് വരുന്നില്ലേ. അങ്ങനെ എടുത്തിട്ട് നമ്മൾ കാർ എടുത്ത് ഇറങ്ങി. പിന്നെ നമ്മുടെ പ്രോ ഡ്രൈവർ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ആണോ? അയ്യോ, കഞ്ഞി ഇഷ്ടമാ. ഞാൻ ഇന്നലെ കഞ്ഞിയാ കുടിച്ചത്, അതുകൊണ്ട് ഇന്ന് കഞ്ഞി വേണ്ട. കഞ്ഞി ഇത്ര ഇഷ്ടമില്ലെന്നല്ല. ചോറൊക്കെ നല്ലതാണ്, പക്ഷെ അതിനേക്കാളും ഏറ്റവും നല്ലതാ കഞ്ഞിയും പയറും, പിന്നെ ഒരു ചെമ്മീനും അച്ചാറും, പിന്നെ കുറച്ച് ചമ്മന്തിയും. ഇതൊക്കെ കൂട്ടി കഴിക്കുമ്പോ വേറൊരു ടേസ്റ്റ് അല്ലേ. അത് വേറൊരു ടേസ്റ്റ് അല്ലേ. പക്ഷെ ചോറിന്റെ കൂടെ ചോറാണെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിരിക്കുമല്ലോ ചില സമയത്ത്. അതുകൊണ്ട് അതിനേക്കാളും ബെറ്റർ കഞ്ഞിയൊക്കെ കുടിക്കാൻ വേണ്ടി ഒരു നല്ല ഒരു ഫീൽ ആയിരിക്കും. അയ്യെന്നാ ഒരു മീൻ വറുത്തതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പൊളിയായില്ലേ. ഇത് തോന്നുന്നു BRD. അതെ, ഇതാണ് ഇന്നലെ ഈ നമ്മൾ കാർ സർവീസ് കൊടുത്ത സ്ഥലം. പുതിയ സർവീസ് സെന്റർ കാക്കനാട് BRD പുതിയ സർവീസ് സെന്റർ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഇന്നലെ കാർ സർവീസ് ഒക്കെ കൊടുത്ത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഫുൾ വൃത്തിയാക്കിയിട്ടുണ്ട്. എന്താ ദേഷ്യപ്പെടുന്നത്? ആ ലോറിയില്ലേ, നേരെ പോകുന്ന ലോറി ആള് നല്ലോണം കയറ്റി വെച്ചു. ഇവള് പാനിക്കായി ഒറ്റ ചവിട്ടി. ഇവള് ചവിട്ടോ ഇല്ലെന്ന് ഞാൻ ഫ്രണ്ടില് ചവിട്ടി പിടിച്ചിട്ടുണ്ട്. വണ്ടി നിക്കുന്നില്ല. ഞാൻ ഓടിക്കുന്നതിന് 2 വണ്ടി കയറ്റി വെച്ചു. അതെ, അത് ബ്രേക്ക് പിടിക്കാത്തല്ല അവർക്ക് ലോറി എന്ന് പറയുമ്പോ ഒരുത്തൻ കയറി വരുന്നുണ്ടേ. നല്ല ഊക്കാ വരുന്നത്. വടാ അവൻ കയറ്റിപ്പോയി. ലോറിക്കാർ ബ്രേക്ക് പിടിക്കാത്തല്ല. എന്താന്നറിയോ, അവരുടെ വലിയ വണ്ടി ആയതുകൊണ്ട് അവർക്ക് ബ്രേക്ക് കിട്ടാത്ത. അതെ, ബ്രേക്ക് എന്താ സംഭവം എന്നറിയാം. അവർക്ക് ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ ആ വലിയ വണ്ടി പിന്നെയും അവര് ഒരു ഫ്ലോയിലായിരിക്കും അവര് വന്നോണ്ടിരിക്കുന്നത്. പിന്നെയും ആ ഒരു ഫ്ലോയിൽ എത്തണമെങ്കിൽ അവര് കുറെ സമയം എടുക്കും. അതുകൊണ്ടായിരിക്കും അവര് ബ്രേക്ക് ചവിട്ടി കൊടുക്കാത്തത് കൂടുതലും. എനിക്ക് അങ്ങനെ തോന്നുന്നു. അവര് ഫ്ലോ എത്തണമെന്നില്ല, പക്ഷെ എന്നാലും അവർക്ക് ഇപ്പൊ പതിയെ ഫസ്റ്റ് ഇട്ട് സെക്കൻഡ് ഇട്ട് പതിയെ നീങ്ങി ആ ഒരു ഫ്ലോയിൽ
നമ്മളാണേലും ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് പിന്നെ ശരിയാ. പക്ഷെ അവർക്ക് ചടങ്ങാൻ തോന്നുന്നു ആ വലിയ വണ്ടി അടുത്തും കയറി. ഇതെല്ലാം ഒരു ലോറിയുടെ പുറകിൽ ഇങ്ങനെ വണ്ടി വന്നോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് കേറി വരും. ഒന്നും നോക്കണ്ട. ആ സമയത്ത് നീ കയറ്റി വെച്ചേക്കണം, കയറ്റി വെച്ച് വിട്ടേക്കണം. ഒരുത്തനും വഴി കൊടുക്കല്. ഫുൾ ഓൺ ഇൻഷുറൻസ്, നമ്മള് ഫുള്ളി കവേർഡാ. അടിച്ച് തൂക്കിയൊക്കെ എല്ലാത്തിനെയും. ഇത് ആംബുലൻസിന്റെ ഫ്രണ്ടില് ബൊക്കെയൊക്കെ വെച്ച് ഇത് എന്താ ഇത് എനിക്കറിഞ്ഞൂടാ. നമ്മൾ തൃപ്പൂണിത്തറ എത്തി. ഫാബിലോട്ടാണ് പോകുന്നത്. ഫാബ് നിങ്ങക്ക് അറിയായിരിക്കും തോന്നുന്നു. ഫാബ് എന്ന് പറഞ്ഞൊരു ഹെയർ സലൂൺ ഓൺലി ഫോർ ലേഡീസ് അല്ലേ? ലേഡീസിന് മാത്രം കൂടുതൽ ചെയ്യുന്നത്. അവര് ലാസ്റ്റ് ടൈം നിനക്ക് അവരല്ലേ ചെയ്തത്? ലാസ്റ്റ് ടൈം ഹെയർ കട്ട് ചെയ്ത് അവിടെ. അപ്പൊ കുറച്ച് നല്ലായിരുന്നല്ലേ ഹെയർ കട്ട് ചെയ്ത്? അപ്പൊ അത് അവിടെ തന്നെ പോവാന്ന് പറഞ്ഞ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തു. സോ നമ്മള് തൃപ്പൂണിത്തറ എത്തി. നമ്മൾ ഫാബ് എത്തിയിട്ടുണ്ട്. ഇവിടെ പാർക്കിംഗ് ഇല്ലായിരുന്നു അന്ന്. ഈ താഴെയുള്ള ഷോപ്പിന്റെ പാർക്കിംഗ് ആയിരുന്നു. അവര് നമ്മളോട് അപ്പുറം കൊണ്ടുപോയിടാൻ പറഞ്ഞു. ഇന്നും ഇതുപോലെ തന്നെ ആയിരിക്കോ എന്നറിയില്ല. ഇപ്പൊ ആള് പുറത്തു വന്ന് പറയായിരിക്കും. ഇവിടെ ഇറങ്ങിയ പാടെ ഓടിക്കോട്ടോ. ആളിപ്പോ വരുവേ, കാർ എടുക്കാൻ പറയാം. എന്റെ ഫോണും കൂടെ എടുത്തോ, ഞാൻ ഓടാൻ പോന്നേ. എന്താ പാർക്കിംഗ് നമ്മൾ പറഞ്ഞ പോലെ അവര് വീണ്ടും നമ്മളെ അടുത്ത് പറഞ്ഞു. ജസ്റ്റ് ഇറങ്ങിയുള്ളൂ, അപ്പോഴേക്ക് പുള്ളി നമ്മളെ നോട്ട് ചെയ്ത് പിടിച്ചു. മുകളിലേക്കാണോ അന്ന് നിങ്ങളെ പാർക്കിംഗ് ഇവിടെയല്ല, അപ്പുറത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് കാണുന്നില്ല. അതെനിക്ക് അറിയായിരുന്നു ആളിപ്പോ അറിയൂന്ന്. ഇപ്പോ പുള്ളി അവിടെ ശരിക്കും കസ്റ്റമേഴ്സ് ഒന്നുമില്ല. പുള്ളി നിക്കുന്നതേ ഇവിടെ ഇല്ല, പാർക്കിംഗ് അപ്പുറത്താന്ന് പറയാൻ വേണ്ടിയാ തോന്നുന്നു. അവിടെ ആരും വരത്തുമില്ല എന്നിട്ടാ ഇഷ്ടം ആ പാർക്കിംഗ് വെച്ചിട്ട് അവന്മാര് ഷോ ഇറക്കുന്നു. ശരി, അവർക്ക് എന്തിനാ അവിടെ പാർക്കിംഗ്? മോളിലേക്കാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. അതറിയില്ല, ഓരോ പണി ആൾക്കാർക്ക് അല്ലേ. എവിടെ ഫുൾ ലുക്ക് കാണിച്ചേ? ഞാൻ കളിക്കാൻ പോയിട്ട് എന്റെ കാല് സീനായി. ഒന്ന് നാട് 2 ദിവസം ഇന്ന് കുറവുണ്ട്. ക്രിക്കറ്റ് കളിക്കാൻ പോയതാ കഴിഞ്ഞ ദിവസം. എന്താ ചെയ്തത്? ബാറ്റ് എടുത്ത് കാലിലടിച്ചു. ഇവനില്ലേ പ്രാക്ടീസ് മാച്ച് ആന്ന് പോലും നോക്കില്ല. ഇവന് ആവേശം കുറച്ച് കൂടുതലായതുകൊണ്ട് പ്രാക്ടീസിന് എന്തിനാ ഇത്ര കളിക്കുന്നേ? ചുമ്മാ കളിച്ചൊന്നുമില്ല, അത്ര കളിച്ചൊന്നുമില്ല. ഞാൻ അറിയാണ്ട് കാലിലടിച്ചത്. അതിനു മുമ്പ് ഫുട്ബോൾ അതേ ദിവസം, അതിന് മുമ്പത്തെ ദിവസം ഫുട്ബോൾ കളിക്കാൻ പോയിട്ട് കാല് മടങ്ങി. സെയിം കാലിൽ തന്നെ പിന്നെ ബാറ്റ് വെച്ചടിച്ചു. ഗുഡ് ബോയ്. സ്വന്തം കാലില് ബാറ്റ് വെച്ചടിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? സ്വയം പരിക്ക് പറ്റിക്ക. എനിക്ക് ആരും ആവശ്യമില്ല. കുറച്ചധികം കൂടുതലായി ഇവന്. ഓപ്പൺ പലരുണ്ട്. തോർത്തൊക്കെ കെട്ടിട്ട് വന്നിരിക്കുന്നുണ്ട്. ഇതെന്താ ഇത്? കോഴീനെ കുളിപ്പിച്ചിരുത്തി. എന്താ ചെയ്യുന്നേ? ഇതെന്താ ഇങ്ങനെ? മറ്റേ ചൈനയിലൊക്കെ ഉള്ളവരില്ലേ, ചൈന ജപ്പാനിലൊക്കെ ഉള്ളവര് അതുപോലെ ബാക്കിലൊക്കെ കുത്തി വെച്ചിട്ട്. കൊറിയനൊന്നുമില്ല, ചൈന ജപ്പാനിലൊക്കെ ഇങ്ങനെ. ഓ, എങ്ങനെ ഹെയർ കട്ട് ചെയ്യുന്നത്? എങ്ങനത്തെയാ അതിപ്പോ പറ. ലെയർ കട്ടാണോ? മാജിക്കൽ ലെയറോ? കാണാവേ മാജിക്കൽ ലെയർ കട്ട് ചെയ്യാൻ പോകുന്നു. മഴ തുടങ്ങി ഗായ്സ്. ഭാഗ്യം നമ്മൾ കാർ എടുത്തിട്ട് വന്നത്.
ഇവരെല്ലാ വീഡിയോക്കും 1 million ആണ്. ഓ അപ്പൊ നീ വരലാവും. അതെ 5 million. എന്താ വാ എന്തുവാ വാ പോവാ എന്തുവാ 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 ഓടാനൊക്കെ പറ്റുമോ? അന്ന് ഓട് ഓടറാ. നല്ല രസമുണ്ട് ഓടുന്നതാണ്. ഓടി ആ ഗേറ്റ്, ആ ബ്ലാക്ക് ഗേറ്റ് തൊട്ടിട്ട് വാ. ഹെയർ കട്ട് ചെയ്തിട്ട് ഇവൻ പറയാ എന്റെ പട്ടിക്കുട്ടീനെ പോലെ കാണാനുണ്ട്. പട്ടിക്കുട്ടീനെ പോലെ ഉണ്ടല്ലേ? തലയാ കണക്ട് ആയിട്ടില്ലല്ലോ. എന്റെ ഹെയർ കട്ട് ഇത് കാണിക്കാനുള്ള സമയം ഇതെന്ന് തോന്നുന്നില്ല. എനിക്കിപ്പോ വിശപ്പായിരുന്നു. ഇതാണ് പുതിയ ഹെയർ കട്ട്. ഇതവര് സെറ്റ് ചെയ്ത് തന്നോണ്ട് സഡൻ ബ്രേക്ക് ഇടല്ലേ, അവര് സെറ്റ് ചെയ്ത് തന്നോണ്ട് ഇപ്പൊ കുറച്ചു നേരം ഇങ്ങനെ നിക്കും. ഒരു വാഷില് എന്റെ തനിക്കുണം കാണിക്കും. എന്റെ മുടീന്റെ തനിക്കുണം ഇന്ന് കാണിക്കില്ല, നാളെ കാണിക്കും. 2 ദിവസത്തിൽ കാണിക്കും. ഈ ലുക്കൊന്നും നോക്കണ്ട, ഭയങ്കര ഊള ലുക്കാണ് അടുത്ത പുളി കഴിയും. അവൻ ഇവിടെ വെച്ച് കുറെ നേരം അവൻ വീഡിയോ എടുക്കാൻ വേണ്ടി വീഡിയോ ഷൂട്ടൊക്കെ ചെയ്ത് കുറെ പഠിക്കായിരുന്നു. ആകെ ഇവക്ക് ഹെയർ കട്ട് ചെയ്യാൻ ഒരു 1/2 മണിക്കൂർ എടുത്തിട്ടുള്ളൂ. പക്ഷെ വീഡിയോ എടുക്കാൻ വേണ്ടി 1 മണിക്കൂർ അവൻ എടുത്തു. കട്ടിങ് പെട്ടെന്ന് കഴിഞ്ഞു. കറക്റ്റ് ആംഗിൾ ഒക്കെ വേണം. അവന് എന്തോ ഒരു സാധനം എന്തെന്ന് എന്തോ ഒരു സ്റ്റോറി പോലെ ചെയ്യാൻ വേണ്ടി ആയിരുന്നു ഉദ്ദേശിച്ചത്. എന്റെ തല അവൻ വീഡിയോഗ്രാഫർ എന്ന് വിചാരിച്ചോണ്ടായിരിക്കുന്നത്. അവൻ ഹെയർ കട്ട് ചെയ്യുന്നതേ മറന്നുപോയി. അങ്ങനത്തെ അത്രയൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കാൻ പോവും. നമ്മൾ എവിടെയാ പോകുന്നത്? ഫുഡ് കഴിക്കാൻ മന്തി കഴിക്കാൻ പോകുന്നു ഗൈസ്. മന്തി കഴിക്കാൻ എവിടെ പോകുന്നത്? മുടി ആട്ടി കളിക്കലൊക്കെ ഉണ്ടാവും കേട്ടോ. ഹെയർ കട്ട് ചെയ്തതിന്റെ ഒരു പ്രസനാണ്. അതങ്ങനെ നിങ്ങൾ കാണാവുള്ളൂ. ഇനി അവിടെ പോയി അന്ന് കമന്റ് ചെയ്യരുത്. കുറച്ച് ആട്ടം കൂടുതലാ, കുറച്ച് ഷോ ഓഫ് കൂടുതലായിരിക്കും ഗൈസ്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെ. അപ്പൊ നമ്മൾ മന്തി കഴിക്കാനാണ് പോകുന്നത്. മന്തി കഴിക്കാൻ എവിടെയാ പോവാ സാധാരണ നമ്മള്? അൽഷബ. ഇന്ന് നമ്മൾ പുതിയ അൽഷബയുടെ വേറൊരു ബ്രാഞ്ചിലേക്കാണ് പോകുന്നത്. സെയിം ടേസ്റ്റ് തന്നെ ആയിരിക്കണേ. എന്താ ഇതാണ് പ്രശ്നം, ഇവർക്ക് ആർക്കും വണ്ടി ചവിട്ടി കൊടുക്കാൻ പറ്റൂല. ആള് ബാക്കിലായിരുന്നു. എന്നാ പിന്നെ എനിക്ക് അറിഞ്ഞൂടാ, ഇത് കൊച്ചിയിലുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ്. കാറിൽ വരുന്നവർക്ക് ആർക്കും ഇങ്ങനെ വണ്ടി നമ്മൾ കയറ്റി വെക്കാൻ ഒരു വലിയ റോഡിലൊക്കെ ജോയിൻ ചെയ്യാൻ പോവാണെങ്കിൽ ആരും വണ്ടി ചവിട്ടി തരില്ല. എല്ലാവർക്കും ഭയങ്കര തിരക്കാ. നമ്മള് മറ്റുള്ളവർക്ക് ഒന്ന് ചവിട്ടി കൊടുക്കുമ്പോ അവർക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷല്ലേ? ആ സന്തോഷത്തിലാ നീയൊക്കെ ജീവിക്കുന്നല്ലേ? മറ്റേ ചാർലിയുടെ ഡയലോഗ് നടിക്കാൻ നിക്കണ്ട, നീ മര്യാദക്ക് പറഞ്ഞാൽ മതി. ഓ ഞാൻ ഓർത്തതുപോലെ ഒരു ഡയലോഗ് എവിടെയോ കേട്ടിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ എന്റെ മൈൻഡിൽ നിന്ന് വരുന്ന നല്ല ഡയലോഗ് ആയിരിക്കും. അൽഷബയിൽ നമ്മൾ എത്തി. അകത്തേക്ക് കയറാല്ലേ? ക്വാർട്ടർ റൈസ് എക്സ്ട്രാ ഷവായ് ഹാഫും ക്വാർട്ടർ റൈസും. ഏത് അൽഷബേന്റെ മറ്റേ സൺറൈസിൽ എടുക്കുന്ന ബ്രാഞ്ചിൽ എന്താന്ന് വെച്ചാൽ എല്ലാരും പെട്ടെന്ന് വരുന്നു, പെട്ടെന്ന് ഫുഡ് കഴിക്കുന്നു, പോകുന്നു. പിന്നെ അവിടെ ഇരിക്കാനുള്ള സ്പേസ്, പിന്നെ നല്ല തിരക്കുമായിരിക്കും. സീറ്റ് കിട്ടാൻ വേണ്ടി ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. കുഴപ്പമില്ല, നല്ല വലിയ ഡൈനിങ്, അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ അകത്ത് AC കൂടെ ഉണ്ട്. ഇന്റീരിയറൊക്കെ സെറ്റ് ചെയ്ത് ബൈബാക്ക് ഉണ്ട്. അൽഷബയിലെ ഈ ഒരു മസാല ഇല്ലേ, ഭയങ്കര ടേസ്റ്റാ. നല്ല വിശപ്പുണ്ടെന്ന് തോന്നും, വേഗം കഴിക്കാൻ തുടങ്ങി. എങ്ങനെയുണ്ട് അവിടുത്തെ? സെയിം ടേസ്റ്റ് ഉണ്ടോ? എന്താ കഴിച്ചു കഴിഞ്ഞാ? എല്ലാം അടിച്ചു തീർത്ത് വെച്ചേക്കുന്നുണ്ടല്ലോ. ബാക്കിയൊന്നും ഇല്ല ഇവിടെ. അതെ ആരാ? ഹലോ ഗൈസ്, ഇത് ഞാൻ തന്നെയാ. ചിലപ്പോ നിങ്ങൾ ഞെട്ടും ഞാൻ തന്നെയാണോന്ന് വിചാരിച്ചാ. നീ തന്നെയാ? ഫോട്ടോഷൂട്ടിന് പോവാണോ? ഓഹോ, ശരി. മഴയാണല്ലോ, ഫോട്ടോഷൂട്ട് നടക്കുവോ? അറിയില്ല, പുള്ളിക്കാരൻ കൊട എടുത്ത് വരാം. അല്ല, കൊട എടുത്തിട്ട് എടുക്കാന്ന്. എങ്ങനെയാലും എടുക്കാം അല്ലേ? എന്നാ അങ്ങോട്ടേക്ക് പോവാ.
ഞങ്ങളെത്തി, സ്പോട്ടിലെത്തി. പുള്ളി ഇതുവരെ എത്തിയിട്ടില്ല. ഓൺ ദ വേ എന്ന് പറഞ്ഞ. യെസ്, ഒരു 5 മിനിറ്റിൽ എത്തുമായിരിക്കും. ഈ പാലത്തിലാണ് ഞങ്ങൾ ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ എടച്ചിറയില് കുറച്ച് ഇങ്ങോട്ടേക്ക് മറ്റേ ആലുവ പോകുന്ന വഴിക്ക് ഒരു പാലമുണ്ട്. ആ പാലത്തിലാണ് ഫോട്ടോഷൂട്ട്. ഫോട്ടോഗ്രാഫർ എത്തിയല്ലോ. എന്ത്? ആ, അവിടെ ഒരു ഫോട്ടോ. ആരതി എന്നാ എന്താ ഫോട്ടോഷൂട്ടാ? ഫോട്ടോഷൂട്ടാ? അതെങ്കിന്നോ ഞങ്ങളതിന് വന്നാ ചുമ്മാ എടുക്കുവാ. ആരതി മഴയില്ല. അവള് ഫോട്ടോ എടുക്കാൻ വന്നു. മഴയില്ല, ഫോട്ടോ എടുത്തോ. അല്ല, ഇവിടുന്ന് എടുക്കാനല്ലേ? ബൂട്ടിടാൻ പോവാണോ? ഇവളെങ്ങനെ എത്തിയ? നീ എങ്ങനെ അവിടെ എത്തിയത്? അതിലെയോ? നിനക്ക് ഭ്രാന്താണോ? അപ്പുറത്ത് പോയി എടുക്കുന്നു. എന്നാ ഈ കൊട എടുത്തു. ഈ കൊട എടുത്തു. കൊട തുറന്നോ? തുറക്ക്. ഓരോ ആൾക്കും ഓരോ കൊട. ആ, പോസ് ചെയ്യുന്നു. കൊട ഇങ്ങനെ വലിച്ചെറിയുന്നു. വീഡിയോ നിക്ക്, ഫോട്ടോ എടുക്കട്ടെ. അടങ്ങി നിക്ക്. നമ്മളെ ഷൂട്ട് കഴിഞ്ഞു ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ. നമ്മളെ കണ്ടന്റ് വെച്ചിട്ട് വൈറലാവും. ഇനി എന്തെങ്കിലും ഫോട്ടോഷൂട്ടോ അങ്ങനെ എന്തെങ്കിലും. ഏതാ പേജ്? അവിൻ ഫ്രെയിംസിനെ വിളിക്കാം. ഫോട്ടോഷൂട്ട് അവിൻ ഫ്രെയിംസിന്റെ ഇൻസ്റ്റ ID നമ്മൾ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും പോയിട്ട് ഫോളോ ചെയ്യണം.